ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 108. ലുത്തിനിയായെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം 21. ലുത്തിനിയായിലെ വാഴ്ത്തുമൊഴികളിലെ 18. ഏറ്റവും വിവേകമതിയായ കന്യക, വെർജിൻ മോസ്റ്റ് പ്രൂഡന്റ്. ലത്തീനിൽ വീർഗോ പ്രുദന്തിസീമ. വീർഗോ പ്രുദന്തിസീമ. ഈ ഇതുവരെയുള്ള വാഴ്ത്തുമൊഴികള് നമ്മൾ മാതാവ് എന്ന് പറയണം തുടങ്ങി അവസാനിപ്പിച്ചത് ഇല്ലേ? സ്രഷ്ടാവിന്റെ മാതാവ്, രക്ഷകന്റെ മാതാവ്, അങ്ങനെയൊക്കെയായിരുന്നു. ഇവിടം തൊട്ട് കന്യക എന്ന് മറിയത്തെ അഭിസംബോധന ചെയ്യുന്ന വാഴ്ത്തുമൊഴികളാണ്. ഏറ്റവും വിവേകമതിയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യക, ഇതേക്കുറിച്ച് ഒരുപാട് ധ്യാനിക്കാനുണ്ട്. വാസ്തവത്തിൽ അതിലേക്ക് വിശദാംശങ്ങളെ പോകാതെ ഒരൊറ്റ വചനത്തിൽ നമുക്ക് നിൽക്കാം. മറിയത്തിന്റെ വിവേകം, ഏറ്റവും വിവേകമുള്ള കന്യകയാണ് മറിയം എന്ന് കാണിക്കാൻ ഒരൊറ്റ വചനം. ലൂക്കാസിന്റെ സുവിശേഷം 1:29. ഗബ്രിയേൽ മാലാഖയുടെ വാക്കുകൾ കേട്ട മറിയത്തിന്റെ ആദ്യത്തെ പ്രതിസ്പന്ദം എന്തായിരുന്നു? അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അവൾ ആ വാക്ക് കേട്ട് പരിഭ്രമിച്ചു. ഗബ്രിയേൽ മാലാഖയുടെ വാക്ക് കേട്ട് അവള് പരിഭ്രമിച്ചു. എന്നാൽ അവൾ ആ പരിഭ്രമത്തിൽ കുടുങ്ങിക്കിടന്നോ? ഇല്ല. അതേ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്താണ് ഈ വന്ദനത്തിന്റെ അർത്ഥമെന്ന് അവൾ അകമേ വിചാരിച്ചു. എന്താണ് ഈ വന്ദനത്തിന്റെ അർത്ഥമെന്ന് അവൾ അകമേ വിചാരിച്ചു, ചിന്തിച്ചു. അതേ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് മാലാഖയുടെ വാക്കുകളുടെ, വചനത്തിന്റെ, അഭിവാദനത്തിന്റെ അർത്ഥ പരിവൃത്തി എന്തെന്ന് മറിയം തന്നോട് തന്നെ ചോദിക്കുകയാണ്. തന്റെ ഹൃദയത്തിലിട്ടിട്ട് ചോദിക്കുകയാണ്. തന്റെ ഹൃദയത്തിലിട്ട് വചനത്തെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. ദൈവത്തിന്റെ സന്ദേശവാഹകന്റെ അഭിവാദനത്തിന്റെ അർത്ഥതലങ്ങൾ കണ്ടെത്താനും കണ്ടെടുക്കുവാനും ഉൾച്ചേർക്കുവാനും അത് പ്രതിസ്പന്ദത്തിൽ പ്രകാശിപ്പിക്കാനും അവൾ ദൈവവചനം ഹൃദയത്തിലിട്ട് മനനം ചെയ്യുകയാണ്. വിവേകവതിയായ ഒരു കന്യകയ്ക്കല്ലേ അത് ചെയ്യാൻ പറ്റൂ? എന്താണ് ഈ അഭിവാദന അർത്ഥം? നീ ഗർഭം ധരിച്ചു പുത്രനെ പ്രസവിക്കും, അപ്പോഴും നീ കന്യകയായിരിക്കും. നീ ഗർഭം ധരിക്കും, പ്രസവിക്കും, പക്ഷെ നിന്റെ കന്യകാത്വം പോകില്ല. പ്രസവിക്കുമ്പോൾ കന്യകാത്വം പോകുക എന്നുള്ളതാണ് അല്ലേ ഒരു സാധ്യത. പക്ഷെ ഇവളുടെ കാര്യത്തിൽ അങ്ങനെയല്ലെന്നാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ എളുപ്പമല്ല. അതുകൊണ്ടാണ് പരിഭ്രമിച്ചത്. പക്ഷെ ആ കുടുങ്ങിക്കിടന്നില്ല. അതിന്റെ അർത്ഥങ്ങൾ അറിയാൻ വേണ്ടി അവള് അത് ഹൃദയത്തിലിട്ട് അകമേ ചിന്തിക്കുകയാണ്. യേശുവിന്റെ അമ്മ എന്ന് പറയുന്ന മറിയത്തിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ലക്ഷണങ്ങളിൽ ഒന്നും ഇവിടെ കാണാം. തിരുവെഴുത്തുകളുമായി ആന്തരികമായി ഇണങ്ങി അതിൽ വ്യാപൃതയാകുക. ഇതാണ് ഏറ്റവും വിവേകവതിയായ കന്യകയുടെ ലക്ഷണം. വിവേകമുള്ള ആരും ചെയ്യുന്നൊരു കാര്യം അതാണ്. തിരുവെഴുത്തുകളുമായി ആന്തരികമായി ഇണങ്ങി ആ തിരുവചനത്തിനുള്ളിൽ വ്യാപൃതയാകുക. വേറെ 2 സ്ഥലത്തുകൂടി ഇതേ കാര്യം, ഈ മറിയത്തിന്റെ ഇതേ ലക്ഷണം ലൂക്കാസ് പറയുന്നുണ്ട്. ഒന്ന് ലൂക്കാസ് 2:19, പിന്നെ ലൂക്കാസ് 2:51. ഇതേപോലെ തന്നെ അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അവൾ ഹൃദയത്തിലെല്ലാം ധ്യാനിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ മറിയത്തിന്റെ ആധ്യാത്മികതയെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തു. ഈ തിരുവചന ജപമാലയുടെ തുടക്കത്തിൽ ഈ 3-4 വാക്കുകളെ കുറിച്ച് അവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ 3 വചനങ്ങളിൽ കാണുന്ന 4 വാക്കുകൾ ലൂക്ക 1:29, 2:19, 2:51. ഇവിടെ 4 വാക്കുകളാണ് മറിയത്തിന്റെ ആധ്യാത്മികതയെക്കുറിച്ച് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ലൂക്കാസ് പറഞ്ഞിരിക്കുന്നത്. ആ 4 വാക്കുകളെ കുറിച്ചും വളരെ വിശദമായി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. തന്റെ മാലാഖയിലൂടെ ദൈവം മറിയത്തിന് സമീപം എത്തിയപ്പോൾ അവൾക്ക് ആദ്യമുണ്ടായത് പരിഭ്രമമാണ്. പക്ഷെ ആ പരിഭ്രമത്തിൽ കുടുങ്ങിക്കിടക്കാതെ ആ മാലാഖയുടെ വരവിന്റെയും വചനത്തിന്റെയും പൊരുളുകൾ തേടാൻ അവൾ തുനിയുകയാണ്. അങ്ങനെയാണ് അവള് ഭയരഹിതയായി സ്ത്രീയായി മാറുന്നത്. വിവേകമതിയായ കന്യക ഭയരഹിതയായി സ്ത്രീയായി മാറുന്നത് ഈ തിരുവെഴുത്തുകളുമായി ആന്തരികമായി ഇണങ്ങി അതിൽ വ്യാപൃതയായപ്പോഴാണ്. തീർത്തും അപ്രതീക്ഷിതവും അഭൂതപൂർവമായ ഒന്നിന്റെ സാന്നിധ്യത്തിൽ പോലും മനസാന്നിധ്യം നഷ്ടമാകാത്തവളാണ് മറിയം.
പ്രശാന്ത ചേതസ്സുള്ളവളാണ് മറിയം. അതിനാൽ മറിയം ധീരയാണ്, ചങ്കൂറ്റമുള്ളവളാണ്. അതേസമയം ആന്തരിക സ്ത്രീയുള്ളവളാണ്. ആന്തരിക സ്ത്രീ എന്ന് പറഞ്ഞാൽ ശ്രീമതി എന്നൊക്കെ പറയില്ലേ, ശ്രീമാൻ, ദൈവത്തിന്റെ ഐശ്വര്യമുള്ളവൻ. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ അംശം. അതാണ് ആന്തരിക സ്ത്രീ, ഉള്ളിൽ ഈശ്വരാംശമുള്ളവൾ എന്നർത്ഥം. ഹൃദയത്തിന്റെയും മനസ്സിന്റെയും ഐക്യവും ലയവും സൂക്ഷിക്കാൻ മറിയത്തിന് അറിയാം. ഇതൊക്കെയാണ് ഈ വിവേകത്തിന്റെ ലക്ഷണങ്ങൾ. ഹൃദയത്തിന്റെയും മനസ്സിന്റെയും ഐക്യവും ലയവും. ഇതപരിന്തം ഉണ്ടാകാത്ത, ചരിത്രത്തിൽ മുമ്പെങ്ങും ഉണ്ടാകാത്ത, ഇനി ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത സാഹചര്യമാണ് ഈ മനുഷ്യാവതാരം. ദൈവം മനുഷ്യനാകുക. അതിന് ആവർത്തിക്കില്ല, അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു സംഭവത്തിന്റെ മുമ്പിലാണ് മറിയം നിൽക്കുന്നത്. എന്നിട്ടും അതിനെ വിലയിരുത്താനും ദൈവത്തിന്റെ സന്ദേശത്തിന്റെ പൊരുളുകളും അതിന്റെ അടരുകളും വിവേചിച്ചറിയാനും മറിയത്തിന് കഴിയുന്നു. അതാണ് വിവേകവതിയായി കന്യക എന്ന് പറഞ്ഞാൽ. ചുരുക്കത്തില് ദൈവവചനത്തെ ധ്യാനിച്ച് മനനം ചെയ്യുന്ന സഭയുടെ പ്രതീക സൂചകമായി മറിയം നിൽക്കുകയാണ്. വേദരചനകളെ അവയുടെ സമഷ്ടിയില്, ഹോൾനെസ്, എന്റയർട്ടി, സാകല്യത്തില്, അതിന്റെ കംപ്ലീറ്റ്നെസ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും തനിക്ക് നൽകപ്പെട്ട ദിവ്യ നിയോഗത്തിന്റെ സംഗതികളെ സ്മരണയിൽ സൂക്ഷിച്ചുകൊണ്ട് തിരിച്ചറിവിന്റെ വെളിപാട് സമാനമായ അർത്ഥഘനികളെക്കുറിച്ച് ഹൃദയത്തിൽ സംവദിക്കുകയും ചെയ്യുന്ന സഭയുടെ പ്രതീകമാണ് മറിയം. അതുകൊണ്ട് തന്നെ അവൾ ഏറ്റവും വിവേകവതിയായ കന്യക എന്ന് വിളിക്കുന്നു. ഇതേക്കുറിച്ച് ധ്യാനിച്ച് അതിന്റെ സമാപനത്തിൽ അവൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഇതെങ്ങനെ സംഭവിക്കും? മാലാഖാവിന് വിശദീകരണം കൊടുക്കും. അവസാനം അവൾ ഏറ്റവും വിവേകത്തോടെ പറയും, ഫിയാദ്, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ഇതിനേക്കാൾ വിവേകത്തോടെ പെരുമാറാൻ, അതായത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക, ഇതിനു മുമ്പ് ഉണ്ടാകാത്തത്, ഇതിന് ശേഷം ഉണ്ടാകാത്തത് ദൈവത്തിന്റെ മനുഷ്യാവതാരം. ദൈവം മനുഷ്യനാകുക, ഭൂമിയിൽ വരിക, ദൈവം മനുഷ്യനായി ഭൂമിയിൽ വരിക. ചിന്തിച്ചു നോക്കിയേ, പ്രപഞ്ച സൃഷ്ടി പോലെയുള്ള ഒരു അത്ഭുതമാണ്. അതിന്റെ മുമ്പിലാണ് മറിയം നിൽക്കണേ. എന്നിട്ടും ഭയരഹിതയായ അവൾക്ക് നിൽക്കാൻ കഴിയുന്നതിന് കാരണം, ആദ്യം പരിഭ്രമിച്ചെങ്കിലും അതിനും കീഴടക്കാൻ അവൾക്ക് കഴിഞ്ഞതിന് കാരണം വിവേകമാണ്. വിവേകം എങ്ങനെ ഉണ്ടാകുന്നത്? ദൈവവചനമായിട്ട് ആന്തരികമായി ഇണങ്ങുമ്പോൾ. അപ്പോൾ ദൈവഹിതവുമായിട്ട് നമ്മൾ ആന്തരികമായിട്ട് ഇണങ്ങുകയാണ്. അതാണ് വിവേകം. ഇതിനേക്കാൾ നല്ല ഒരു നിർവചനം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഏറ്റവും വിവേകവതിയായ കന്യക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വിവേകം നമ്മൾ മറിയത്തിൽ പിന്നെയും കാണുന്നുണ്ട്. സക്കറിയാസിന്റെയും എലിസബത്തിന്റെയും വീട്ടിലേക്ക് പോകുന്നു. അതായത് മാലാഖയുമായിട്ട് ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ് അവള് ഈശോയെ ഗർഭം ധരിച്ചു കഴിഞ്ഞ് ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? 120 കിലോമീറ്റർ അകലെയുള്ള സക്കറിയാസിന്റെയും എലിസബത്തിന്റെ വീട്ടിലേക്ക് പോവുക. എന്തിനാ? അവര് പഴയ നിയമത്തിലെ ആളുകളാ. മറിയം പുതിയ മനുഷ്യവംശത്തിൽ ആയിത്ത ആളാണ്. ഇരു ഉടമ്പടികൾ, പഴയ ഉടമ്പടി, പുതിയ ഉടമ്പടി, അതിൽ ആളുകൾ ഒരുമിച്ച് ചേർന്ന് വേണം ദൈവത്തെ സ്തുതിക്കാൻ. കാരണം എന്താണ്? പഴയ നിയമത്തിലെ വാഗ്ദാനങ്ങൾ മുഴുവൻ നിറവേറാനായിട്ട് ദൈവം അയക്കുന്ന പുത്രൻ മറിയത്തിൽ ഇതാ ഗർഭരൂപത്തില്. അപ്പോൾ രണ്ട് ഉടമ്പടികളെയും ആളുകൾ ഒന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിക്കണം. സക്കറിയാസിനെയും എലിസബത്ത് ഗർഭിണിയായി എലിസബത്ത് സഹായിക്കാൻ വേണ്ടി എന്നൊക്കെ പറയും. സഹായിക്കലൊക്കെ ചെയ്തിട്ടുണ്ട് മറിയം, അതൊരു വിവേകമാണ്. പക്ഷെ സഹായിക്കാൻ വേണ്ടി അല്ല പ്രധാനമായിട്ട് പോയത്. കാരണം രണ്ട് ഉടമ്പടികളുടെയും ആളുകൾ ചേർന്ന് ദൈവത്തെ സ്തുതിക്കണം. കാരണം ദൈവം മനുഷ്യനായി വന്നിരിക്കുന്നു അവന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ. ആ ദൈവം മനുഷ്യനായി വന്നവൻ ഇത് മറിയത്തിന്റെ ഗർഭത്തിലുണ്ട്. അതൊരു ചെറിയ സംഗതിയാണോ? അപ്പോ ദൈവത്തെ സ്തുതിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് വിവേകമുള്ളവർക്ക് മനസ്സിലാകും. ഇതേ വിവേകം തന്നെയാണ് ബേത്ലഹേമില്. പ്രസവിക്കാനായിട്ട് വീടിന്റെ മുൻവശത്ത് പ്രസവിക്കാതെ പുറകുവശത്ത് കന്നുകാലികളെ കെട്ടിയിരിക്കുന്ന ആ ഗുഹയുടെ പുറകിൽ പോയി. എന്നിട്ട് പുൽത്തൊട്ടിൽ കിടത്തുമ്പോഴും സ്വാഡ്ലിംഗ് ക്ലോസ്, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു, വളരെ നൈസ് സിൽക്ക് കൊണ്ട് പൊതിഞ്ഞു. കാരണം രാജാതിരാജനാണ് ആ ശിശു. അവൻ ഇങ്ങനെ ഒരു ശിശുവിന്റെ ബലഹീനതയിലും ദൗർബല്യത്തിലും കിടക്കുന്നെങ്കിലും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ്. ഇതാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സർവശക്തി എന്ന് പറയുന്നത് ഇങ്ങനെ ഇടിച്ച് എല്ലാവരെയും, സുരേഷ് ഗോപി പോലെ എല്ലാവരും മൂക്ക് ഇടിച്ച് പരത്താനുള്ള ആ കഴിവല്ല. മറിച്ച് ഏറ്റവും ചെറുതാകാൻ, ആർക്ക് വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ തക്ക വിധത്തിൽ ചെറുതാകാൻ കഴിയുക. ഇതല്ലേ വിശുദ്ധ കുർബാന? പാപികളായ വൈദികർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സർവശക്തനായ ദൈവം വന്നു കിടക്കുന്നതല്ലേ ഏറ്റവും വലിയ സർവശക്തി? അതല്ല ഏറ്റവും വലിയ സർവശക്തി? ഇത്രയും ചെറുതാകാൻ അവനൊരു പാട്ടം പറ്റില്ലേ? എത്ര വലുതായിരിക്കണം ഇത്ര ചെറുതാകാൻ? അതന്നെ കാര്യം. ഈജിപ്തില് ജോസഫിന് ദർശനം കിട്ടുകയാണ്, വേഗം പോകുക. അപ്പോൾ
ഈജിപ്തിലേക്ക് രാത്രിക്ക് രാത്രി പോകാൻ അതൊരു വിവേകമാണ്. ജോസഫിന് വിധേയപ്പെടാൻ അതൊരു വിവേകമാണ്. ഞാൻ ദൈവമാതാവാണ്, ഞാൻ കർത്തൃമാതാവാണ്, എന്നിൽ ഞാൻ അമലോത്ഭയാണ്, നിന്നെ എനിക്ക് അനുസരിക്കേണ്ട കാര്യമില്ലെന്നൊന്നും മറിയം എന്ന ഭാര്യ ഈ ജോസഫിനോട് പറയില്ല. വിവേകമുള്ള സ്ത്രീയാണ് അവള്. തിരിച്ചു വരുമ്പോൾ ഇല്ലേ, അവരാദ്യം പോകുന്നത് ബേത്ലഹേമിലേക്കാണ്. പക്ഷെ അവിടെ ഭരിക്കുന്ന രാജാവ് അർക്കലാവോസ് മഹാക്രൂരനാണ്. അപ്പൊ വീണ്ടും ഒരു റിസ്ക് എടുക്കണോ എന്ന് ജോസഫും മറിയം ആലോചിച്ചു. ജോസഫ് പറഞ്ഞു, വേണ്ട, നമുക്ക് നസ്രത്തിൽ പോകാം. അങ്ങനെ നസ്രത്തേക്ക് പോകുക, അവിടെ പോയി പാർക്കുന്നു. അതൊരു വിവേകത്തോടുകൂടി തീരുമാനമാണ്. അത് ജോസഫ് മറിയും കൂടി എടുത്ത തീരുമാനമാണ്. അതിലൂടെ സംഭവിച്ചതോ, യേശു നസ്രത്തിൽ യേശു എന്നറിയപ്പെട്ടു. നസ്രത്തും വല്ല നന്മയും വരുന്നു എന്ന് ചോദിച്ചതാണ്. ആ സ്ഥലത്താണ് ഏറ്റവും വലിയ നന്മ വന്നത്. മനുഷ്യർ വിചാരിക്കുന്ന പോലെ അല്ല നന്മ വരുന്നതെന്നൊരു തെളിവ് കൂടിയാണത്. ഈ നസ്രത്തില് അങ്ങനെ ഒരു അവിടെ നസ്രത്തിൽ പോയിട്ടുള്ളത് കാണാം. ജോസഫിന്റെ ആശാരിപ്പുര ഇപ്പോഴും ഉണ്ട്. ആ ആശാരിപ്പുരയില് ഇല്ലേ, ജോസഫും ഈശോയും അവരുടെ കസിൻസും ഒക്കെ ആശാരിപ്പണിയെടുത്ത് ജീവിക്കുന്നു. മറിയം ഈ നെയ്ത്തുമൊക്കെ ആയിട്ട് ജീവിക്കുന്നു. ഭർത്താവിനെയും ആ മകനെയും ശുശ്രൂഷിക്കുന്നതില്, സിനഗോഗിൽ കൊണ്ടുപോകുന്നതില്, പള്ളി കൊണ്ടുപോകുന്നതില്, ദേവാലയത്തിൽ കൊണ്ടുപോകുന്നതില്, കുടുംബം നോക്കുന്നതില്, എല്ലാത്തിലും വിവേകം കാണിക്കുകയല്ലേ മറിയം. ഭർത്താവിനെ പരിചരിക്കുന്നതിലും മകനെ നോക്കുന്നതിലും ഒക്കെ നമുക്കിതെല്ലാം മാതൃകയല്ലേ. കാനായില് അയൽപ്പക്കത്ത് ഒരു കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോയപ്പോൾ അവർ വന്ന് ആവശ്യപ്പെട്ടിട്ടല്ല, വിവേകമുള്ള മറിയം എന്താ ചെയ്തത്? അതിന് പരിഹാരം കാണാൻ പറ്റിയ ആളാണ് തന്റെ മകൻ എന്ന് പറഞ്ഞ് അവനെ സമീപിക്കുകയാണ്. ആ മകൻ അല്പം കയർത്ത് സംസാരിച്ചെങ്കിലും അമ്മയുടെ വിവേകം ഉപയോഗിച്ചിട്ട്, അമ്മയുടെ വിവേകവും അധികാരം ഉപയോഗിച്ചിട്ട് പരിചാരോട് പറഞ്ഞു, അവൻ കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്താൽ മതി, അത് അവൻ ചെയ്യും, എന്റെ മകനാണ്, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. അങ്ങനെ മറിയം പറഞ്ഞതുപോലെ യേശു ചെയ്തു. കാരണം എന്താ? അത്രയും വിവേകമുള്ള ഒരു സ്ത്രീയാണ് തന്റെ അമ്മ എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. തന്റെ മകന് വട്ടാണെന്ന് നാട്ടുകാരും വീട്ടുകാരും പറയാൻ തുടങ്ങിയപ്പോൾ മറിയം അവനെ പിടിച്ചുകൊണ്ടു പോകാൻ പുറപ്പെട്ടു. ഒരു അമ്മയോട്, മകനോട് സ്നേഹമുള്ള ഏത് അമ്മയും ചെയ്യുന്ന വിവേകമാണ് കാണിച്ചത്. നാട്ടുകാർ പറയണു തന്റെ മകൻ ഈശോയ്ക്ക് വട്ടാണെന്ന്. മർക്കോസ് 3:21 ഞാൻ പറയണേ. അപ്പൊ മറിയം എന്താ ചെയ്തത്? സ്നേഹമുള്ള അമ്മമാരെന്താ ചെയ്യുക? നാട്ടുകാരങ്ങനെ പറഞ്ഞാൽ വട്ടന്മാരെ കല്ലെടുത്ത് കല്ലെറിയും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ മകനെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുകയാണ്. മകനന് മറുപടി കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ പേടിക്കാതിരിക്കുക. ഈ ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുന്നവരാണ് എന്റെ അമ്മയും മകനും സഹോദരൻ സഹോദരിയും ഒക്കെ, അതൊന്ന് പേടിക്കാതിരിക്കാന്ന് മകൻ അമ്മയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷെ അമ്മ സ്നേഹത്തോടു കൂടിയാണ് പോകുന്നത്. മകൻ ആപത്ത് വരാതിരിക്കാൻ നോക്കുന്ന വിവേകമതിയായ കന്യകയാണ് ഈ മറിയം. കുരിശിന് താഴെ നിൽക്കുന്നവൾ. തന്റെ മകന്റെ ജീവൻ പോകാതെ ഈ ലോകത്തിന് ജീവൻ കിട്ടുകയില്ലെന്ന് മറിയത്തിന് അറിയാം. അതുകൊണ്ട് ഈ കുരിശിന് താഴെ നിൽക്കും ആ പട്ടാളക്കാരെ തടയാനായിട്ട് മറിയം പോയില്ല. പീലാത്തോസിനെ തടയാൻ പോയില്ല. കാരണം എന്താ? തന്റെ മകന്റെ പ്രാണൻ കൊടുത്താലേ ഈ മനുഷ്യവംശത്തിന് രക്ഷയുണ്ടാകുമെന്ന് മറിയത്തിന് അറിയാം. അത് വിവേകമാണ്. കാരണം എന്താ? തിരുവെഴുത്തുകളുമായി ഇണങ്ങിയവളാണ് അവള്, ദൈവഹിതവുമായിട്ട് ഇണങ്ങിയവളാണ് അവള്. ഇതാണ് വിവേകം. അത് കഴിഞ്ഞ് മകൻ മരിക്കുമ്പോൾ പറയാണ്, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞിട്ട് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ച് പറയാ. ആ യോഹന്നാന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതൊരു വിവേകമല്ലേ? ആദിമസഭയില് തന്നിൽ സംഭവിച്ച പരിശുദ്ധാത്മന അത്ഭുതം സഭയിൽ ഉണ്ടാകാൻ വേണ്ടി സ്ലീഹന്മാരുടെ കൂടെ മറിയം ഇരിക്കുകയാണ്. അതൊരു വിവേകത്തിന്റെ പ്രവൃത്തി കൂടിയാണ് ആ പ്രാർത്ഥന. പിന്നെ ഏറ്റവും അവസാനമായിട്ട് പറയട്ടെ, തന്നിലുണ്ടായ മഹാരഹസ്യം അവൾ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ വെളിപ്പെടുത്തിയുള്ളൂ. അതുകൊണ്ടാണ് ഈ മത്തായിയുടെ സുവിശേഷം 1-2 അധ്യായങ്ങളും ലൂക്കാസിന്റെ സുവിശേഷം 1-2 അധ്യായങ്ങളായിട്ട് അവസാനം എഴുതിയത്. അത് മറിയം വെളിപ്പെടുത്തിയതും ജോസഫ് മരിക്കുന്നതിന് മുമ്പ് ജോസഫിന് വെളിപ്പെടുത്തിയ കാര്യം മറിയത്തോട് പറഞ്ഞതും, മറിയം അതെല്ലാം സഭയോട് പറഞ്ഞത്, സുവിശേഷകന്മാരോടും അല്ലെങ്കിൽ ആദിമസഭയിലെ ആളുകളോടും പറഞ്ഞത് താൻ മരിക്കുന്നതിന് കുറച്ച് നാൾക്ക് മുമ്പ് മാത്രമാണ്. കാരണം ആ രഹസ്യം അപ്പോഴേ വെളിപ്പെടുത്താൻ പറ്റൂ. വിവേകമുള്ളവർ അങ്ങനെ ചെയ്യുക. ഈ വിവേകമില്ലാത്തവര് എന്താ ചെയ്യുക? ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ എന്താ ചെയ്യുക? നരേന്ദ്രമോദിയായിട്ട് ഒരു സെൽഫി എടുക്കാൻ പറ്റിയാൽ ഉടനെ നമ്മളത് ഇട്ടു, ഞാൻ നരേന്ദ്രമോദിയുടെ ആളാണ്. അങ്ങനെ ഒരു അവസരം കിട്ടിയ ഫോട്ടോ ഒക്കെ എടുത്തോ? അത് മോശമായിട്ട് ഞാൻ പറയല്ല. കാരണം എന്താണ്? നമ്മൾ വലിയ ആളുകളാണെന്ന് കാണിക്കാനുള്ള ഒരു തത്രപ്പാട് നമുക്ക് എപ്പോഴും ഉണ്ട്. അങ്ങനെ ഞാൻ ആവർത്തിക്കാൻ അങ്ങനെ അവസരം കിട്ടി ഉപയോഗപ്പെടുത്തിക്കോളൂ. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ എന്തിനു വേണ്ടിയാണത്? ഞാൻ അയാളുടെ ആളാണ്, വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് അത്ര നല്ല രീതിയല്ല. സൗഹൃദമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തോളൂ.
ഇത് മറിയം ഇത്രയും വലിയ സംഗതികളാണ് തന്നിൽ നടന്ന കാര്യം അതായത് അത് അതും പറഞ്ഞില്ല, അവസാനം അവ വെളിപ്പെടുത്തിയുള്ളൂ. അതൊക്കെ വിവേകത്തിന്റെ ഒരു ഭാഗമാണ്. ഈ മഹാരഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്നവരുടെ ഒരു രീതിയാണ്. ഏറ്റവും വിവേകമുള്ള കന്യകയാണ് മറിയം. അങ്ങനെയുള്ള ആ കന്യകയുടെ വിവേകമില്ലാത്ത മക്കളാണ് നമ്മൾ. നമുക്ക് അവളെ പോലെ വിവേകമുള്ളവരാകാൻ വേണ്ടി അവളുടെ സഹായം ചോദിക്കാം, കർത്താവിന്റെ കൃപയും ചോദിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ചിരോളം മഴ കൊണ്ടു, ചെറുതായിട്ട് കാറ്റടിച്ചു. അതുകൊണ്ട് ചെറിയൊരു പനിയും ഒരു ജലദോഷമൊക്കെ ഉണ്ട്. എങ്കിലും സാരമില്ല. വട്ടോളിയച്ചനും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വിമതരും പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന മുന്നേറ്റക്കാരും ഇവരുടെ എല്ലാം ചോദ്യങ്ങൾ മെത്രാന്മാരോടാണ്, മാണിപ്പറമ്പിലച്ചനോടല്ല. മെത്രാന്മാരാണ് ഉത്തരം പറയേണ്ടത്. അവർ ഉത്തരം പറയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ മൗനമായിരിക്കാം ഉത്തരം, ചിലപ്പോൾ അവർ ചേർത്ത് പിടിക്കലായിരിക്കും ഉത്തരം. എങ്കിലും ഈ ചോദ്യങ്ങളെല്ലാം പരസ്യമായി കിടക്കുന്നത് കൊണ്ട്, പൊതുസമൂഹത്തിൽ പൊതുമണ്ഡലത്തിൽ കിടക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പരസ്യമായി ഉത്തരം നൽകുന്നത്. വാസ്തവത്തിൽ ഇത് വട്ടോളിയച്ചന് മാത്രമുള്ളൊരു പ്രശ്നമല്ല. വിമത വൈദികരിൽ ബഹുഭൂരിപക്ഷവും ഈ വട്ടോളിയച്ചന്റെ പോലെ വികലമായ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. പലപ്പോഴും നുണകളാണ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികൾ സത്യം തിരിച്ചറിയണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ മറുപടി നൽകുന്നത്. ഇന്ന് രാജിവെക്കാനായിട്ട്, വട്ടോളിയച്ചൻ രാജിവെക്കാനായിട്ട് പറയുന്ന ന്യായങ്ങൾ രണ്ടാമത്തതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നെന്ന് കരുതിയിട്ട് കാണാതിരിക്കരുത്, പഠിക്കാതിരിക്കരുത്, പ്രചരിപ്പിക്കാതിരിക്കരുത്. ഇത് അതായത് അവർ അബദ്ധം പഠിപ്പിക്കുന്നു. നമ്മൾ സത്യം തിരിച്ചറിയാനായിട്ട് ഈ അബദ്ധം പഠിപ്പിക്കുന്നത് ഒരു സന്ദർഭമായിട്ട് കണക്കാക്കി, ഒരു അവസരമായി കണക്കാക്കി സത്യം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ വീഡിയോ പലപ്പോഴും കാണണം. എന്നിട്ട് അത് മനസ്സിലാക്കുന്നതനുസരിച്ച് നിങ്ങൾ പ്രചരിപ്പിക്കണം, മറ്റുള്ളവർ പഠിപ്പിക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ ന്യായം, ശരീരത്തെ കൊല്ലാൻ കഴിയുന്നവനെയല്ല, ശരീരത്തെയും ആത്മാവിനെയും നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടാനാണ് യേശു ജനങ്ങളോട്, ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത്. ബ്രാക്കറ്റില് ബൈബിള്. അന്നത്തെ പുരോഹിതരും ഫരിസയരും സദ്ദുക്കാരും അടങ്ങുന്ന നേതൃവർഗത്തെയാണ് യേശു ഉദ്ദേശിച്ചത്. അവരാണ് തെറ്റായ പ്രബോധനത്തിലൂടെ, പഠനത്തിലൂടെ, തെറ്റായി മുൻഗണനകൾ നിശ്ചയിക്കുന്നതിലൂടെ വിശ്വാസികളുടെ ആത്മാക്കളെ മലീമസമാക്കുന്നത്, വഴിതെറ്റിക്കുന്നത്, തെറ്റായ ബോധ്യങ്ങൾ നൽകി അവരെ നരകത്തിന് അർഹരാക്കുന്നത്. ആരെ ഭയപ്പെടണമെന്ന് യേശു ആവശ്യപ്പെട്ടോ ആ വിഭാഗത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നല്ലോ എറണാകുളം, അങ്കമാലി അതിരൂപതയിലെ ജനങ്ങളും കന്യാസ്ത്രീകളും വൈദികരും അടങ്ങുന്ന വിശ്വാസി സമൂഹം. ആ പോരാട്ടത്തിൽ അവരോടൊപ്പം ഞാനും ഉണ്ടാകും. രാജിവെച്ചാലും പോരാട്ടത്തിൽ പിൻവാങ്ങില്ല എന്നാണ്. ശരീരത്തെ കൊല്ലാൻ കഴിയുന്നവനെയല്ല, ശരീരത്തെയും ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടാനാണ് യേശു ജനങ്ങളോട്, ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത്. ബ്രാക്കറ്റില് ബൈബിള്. അത്രയും നന്നായി ബൈബിള് ബ്രാക്കറ്റിലിട്ടത്. ഈ വചനം ബൈബിളിൽ ഉള്ളതാണെന്ന് വട്ടോളിക്ക് അറിയാം. ഭാഗ്യം. അത്രയും നല്ലത്. ഇത് ഖുറാനിലെ വചനമാണെന്നോ, ഭഗവത്ഗീതയാണെന്നോ, രാമായണമാണെന്നോ, കാറൽ മാർക്സിന്റെ ദാസ് കാപ്പിറ്റൽ ആണെന്നോ ഒന്നും വട്ടോളി പറഞ്ഞില്ലല്ലോ. ബൈബിളിൽ എവിടെയോ ഈ വചനമുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. പണ്ടെങ്ങോ വട്ടോളി വായിച്ചിട്ടുണ്ട് ഇത് ബൈബിളിൽ എവിടെയോ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ ബൈബിൾ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ മത്തായി 10:28 ലൂക്ക 12:4-5 എന്നൊക്കെയല്ലേ എഴുതുക. ബൈബിളിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നത്, അതും പ്രിയ ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞിട്ട് പാമ്പളാനി പിതാവിനെ അഡ്രസ്സ് ചെയ്ത് എഴുതുമ്പോൾ അതുകൊണ്ട് ഇവന് എഴുതേണ്ട കാര്യമില്ല. കാരണം പാമ്പളാനി ബൈബിൾ പണ്ഡിതനാണ്. അപ്പൊ ബൈബിളിൽ നിന്ന് എഴുതി കഴിഞ്ഞാൽ എവിടെയാണെന്നുള്ള കാര്യം പാമ്പളാനി പിതാവിന് അറിയാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ. എങ്ങനെയായാലും ഖുറാനെന്നും ഭഗവത്ഗീത എന്നും ഒന്നും രാമായണമെന്നും എഴുതിയില്ല, ദാസ് കാപ്പിറ്റൽ എഴുതിയില്ല. അതുകൊണ്ട് ബൈബിളിലുള്ളൊരു വചനമാണെന്ന് അത്രയെങ്കിലും വട്ടോളിക്ക് അറിയാമെന്നുള്ളത് ഗംഭീരം. ഇനി മത്തായി 10:28 അത് മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്
കർത്താവ് പ്രേക്ഷിതർക്ക് നൽകുന്ന ഒരു പ്രഭാഷണമാണ്. പ്രേക്ഷിതർ ചെയ്യേണ്ടതും അവരങ്ങനെ പെരുമാറണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിൽ 28ാമത്തെ വാക്യമാണ്, ആത്മാവിനെ കൊല്ലാൻ കഴിയാതെ ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ആത്മാവിനെയും ശരീരത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവേ. ഇതേ വചനം തന്നെ ലൂക്കാസിന്റെ സുവിശേഷം 12:4-5 ഈ മത്തായിയുടെ സുവിശേഷത്തിൽ പ്രേക്ഷിത പ്രഭാഷണത്തിൽ ഇതിന് മുമ്പും പിമ്പുമുള്ള വചനം കൂടി ഇത് വായിച്ചാൽ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാകും ഈ വട്ടോളി പറയുന്നത് ശരിയാണോ തെറ്റോന്ന് അറിയാൻ. സന്ദർഭം നോക്കുക. 26 മുതലുള്ള വചനങ്ങൾ ഞാൻ വായിക്കണം. മത്തായി 26 മുതൽ. അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട, മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നവ വെളിച്ചത്ത് പറയുവിൻ, ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ. ആത്മാവിനെ കൊല്ലാൻ കഴിയാതെ ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ആത്മാവിനെയും ശരീരത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഒരു നാണയത്തൊട്ടിന് 2 കുരുവികൾ വിളിക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവിന്റെ സമ്മതമില്ലാതെ നിലത്ത് വീഴുകയില്ല. നിങ്ങളുടെ തലയിൽ ഓരോ മുടിയിടയും എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിശേഷതയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നിലും എനിക്ക് വേണ്ടിയും ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എന്റെ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്ഥനായ എന്റെ പിതാവിന് മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഈ വചനം, അതായത് ശരീരത്തെ മാത്രം കൊല്ലാൻ കഴിയുന്നവൻ, അതായത് ആത്മാവിനെ കൊല്ലാതെ ശരീരത്തെ മാത്രം കൊല്ലാൻ കഴിയുന്നവന് ഭയപ്പെടേണ്ട, ശരീരത്തെയും ആത്മാവിനെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവന് ഭയപ്പെടുവിൻ. ഈ വചനം വട്ടോളിയച്ചൻ പറയുന്നത് അന്നത്തെ പുരോഹിതനും ഫരിസയരും സദ്ദുക്കാരും അടങ്ങുന്ന നേതൃവർഗത്തെയാണ് യേശു ഉദ്ദേശിച്ചത് എന്നാണ്. വട്ടോളിയും വിമതൻ മുന്നേറ്റക്കാരും. വാസ്തവത്തിൽ അത് ശരിയാണോ? വട്ടോളി ആണോ? ഈ ശരീരത്തെ അല്ലാതെ ആത്മാവിനെ കൊല്ലാൻ കഴിയാത്തവനെ ഭയപ്പെടേണ്ട, ശരീരത്തെയും ആത്മാവിനെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നതിന് ഭയപ്പെടുവിനെന്ന് യേശു പറഞ്ഞത് അന്നത്തെ പുരോഹിതരും ഫരിസയരും സദ്ദുക്കാരും അടങ്ങുന്ന നേതൃവർഗത്തെ ഉദ്ദേശിച്ചാണോ? വട്ടോളിച്ചൻ പറയൂ. എഴുതിയിരിക്കുന്നത് അങ്ങനെയാ. മുണ്ടാടനച്ചോ അങ്ങല്ലേ ദൈവശാസ്ത്രത്തില് അവർക്ക് നേതൃത്വം കൊടുക്കുന്നത്? നരികുളച്ചോ സെമിനാരിലെ റക്ടറൊക്കെ ആയിരുന്നില്ലേ? ഇങ്ങനെയാണോ സെമിനാരി പഠിപ്പിച്ചിരുന്നത് ഈ വചനം? സഭ നൽകുന്ന വ്യാഖ്യാനം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. വട്ടോളി പോലുള്ളവരുടെ അബദ്ധ സിദ്ധാന്തം നമുക്ക് സഭ പഠിപ്പിക്കുന്ന സത്യവിശ്വാസവും ശരിയായ വചന വ്യാഖ്യാനവും ഗ്രഹിക്കാനുള്ള സന്ദർഭമായി അവസരമായി കരുതുക. തെറ്റിനെ എതിർത്തുകൊണ്ടാണ് ശരി തെളിയിക്കപ്പെടുന്നത്. അതിനാൽ സഭ നൽകിയിരിക്കുന്ന വ്യാഖ്യാനം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് വട്ടോളിച്ചന്റെ വ്യാഖ്യാനമാണോ അതോ സഭ നൽകുന്ന കത്തോലിക്ക സഭ നൽകുന്ന വ്യാഖ്യാനമാണോ സ്വീകരിക്കേണ്ടതെന്ന് നിങ്ങൾക്കിത് കേട്ട് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ശരീരത്തെ അല്ലാതെ ആത്മാവിനെ കൊല്ലാൻ കഴിയുന്നവനെ, അല്ലേ, ശരീരത്തെ മാത്രം കൊല്ലുക, ആത്മാവിനെ കൊല്ലാൻ കഴിയാത്തവന് പേടിക്കേണ്ട കാര്യമില്ല. ശരീരത്തെയും ആത്മാവിനെയും കൊല്ലാൻ കഴിയുന്നവന് പേടിക്കുക എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. സുവിശേഷ പ്രഘോഷണം പേടിപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് എന്ന് തന്നെയാണ് കർത്താവ് പറയണേ. സുവിശേഷ പ്രഘോഷണം പേടിപ്പെടുത്തുന്ന ശുശ്രൂഷയാണ്. കർത്താവ് ഒരു മറയുമില്ലാതെ പറയാണ്. മറ്റ് മതസ്ഥരും യേശുവിൽ വിശ്വസിക്കാത്തവരും ഈ വട്ടോളിയെ പോലുള്ളവ, ഈ വിമതരും മുന്നേറ്റക്കാരും ഒക്കെ ഈ യഥാർത്ഥ സുവിശേഷ പ്രഘോഷണം പറഞ്ഞാൽ സംശയത്തോടെ വീക്ഷിക്കും. എന്റെ ഈ വീഡിയോയുടെ താഴെ കുറെ പേര് പച്ച തെറി പറഞ്ഞു വന്നിരിക്കുന്നില്ലേ? എന്താണ് അവരുടെ പ്രശ്നം? അവർക്ക് സത്യം അറിയില്ല, സുവിശേഷം അറിയില്ല. എതിർക്കണമെന്ന് അവരുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മായും പോയും പോകുന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തെറികൾ പറഞ്ഞു വിടുകയാണ്. വല്ല ബോധമുണ്ടോ അവർക്ക്? ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു ആർഗ്യുമെന്റിനെ ഖണ്ഡിക്കാനുള്ള വിവരമില്ല. എന്നിട്ട് വെറുതെ തെറി പറയാ. തെറി പറയും മാത്രമല്ല, ഈ വേണ്ടാധീനങ്ങൾ പറയാ. അവരുടെ മനസ്സ് മുഴുവൻ മലീമസമാണ്. അപ്പൊ സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ശുശ്രൂഷ തന്നെയാണ്. ഇത്തരം ഈ മറ്റ് മതസ്ഥരെ എതിർക്കാം, സുവിശേഷത്തെ എതിർക്കുന്ന ഉള്ളിലുള്ളവര്, സഭയ്ക്ക് ഉള്ളിലുള്ളവരും എതിർക്കാം. എങ്കിലും മാനുഷിക മതപീഡകരെ പേടിക്കേണ്ടതില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. ശരീരത്തെ പീഡിപ്പിക്കാനോ ജീവൻ എടുക്കാനോ അവർക്ക് കഴിഞ്ഞേക്കും. ശരീരത്തെ പീഡിപ്പിക്കാനോ നമ്മുടെ പ്രാണൻ എടുക്കാനോ അവർക്ക് കഴിഞ്ഞേക്കും. എന്നാൽ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാൻ അവർക്ക് കഴിയുമോ? യേശുവിൽ വിശ്വസിക്കുന്നവർ എപ്പോഴും ഓർക്കേണ്ടത് ഈ ഭൗമിക ജീവിതം ക്ഷണികമാണ്, സ്വർഗത്തിലെ ജീവിതമോ ശാശ്വതവും.
കത്തോലിക്ക സഭയുടെ മതബോധനം 363. ഇത് എപ്പോഴും നമ്മൾ ഓർക്കണം. ഇഹലോകത്ത് കുറച്ച് നാളത്തേക്ക് നമുക്ക് ജീവിതം ഉള്ളൂ. ശാശ്വതമായി നമ്മൾ ദൈവത്തിന്റെ ലോകത്ത് ജീവിക്കേണ്ടവരാണ്. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് കർത്താവീശോ മിശിഹ ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 തലങ്ങളിലേക്കും കൈ ചൂണ്ടുന്നത്. ഇതേ അർത്ഥത്തില് മത്തായിയുടെ സുവിശേഷം തന്നെ 16-ാമത്തെ അധ്യായം 25-26 കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, ആരെങ്കിലും തന്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിച്ചാൽ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി ആരെങ്കിലും തന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അത് കണ്ടെത്തും. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവൻ വീണ്ടെടുക്കാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിച്ചാൽ ജീവൻ നഷ്ടപ്പെടുത്തും. അതായത് രക്തസാക്ഷിത്വം ഒഴിവാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ശരിയായ ജീവൻ നഷ്ടപ്പെടുത്തുമെന്നാണ് കർത്താവ് പറയണേ. അപ്പൊ ജീവൻ എന്ന വാക്കിന് 2 ധ്വനികളുണ്ട്. ഒന്ന് ശാരീരിക ജീവൻ, പിന്നൊന്ന് ആധ്യാത്മിക ജീവൻ. 2 അർത്ഥങ്ങളിലും കർത്താവ് ഈ തിരുവചനം 2 അർത്ഥങ്ങളും ഈ ജീവനുള്ള 2 അർത്ഥങ്ങളും ഈ വചനത്തിൽ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഗ്രഹിക്കാം, ദേഹം, ദേഹി, ആത്മാവ് എന്ന ത്രിവിധ ജീവതത്വമാണ് മനുഷ്യൻ. 1 തെസ്സലോനിക്ക ലേഖനം 5:23. ദേഹം, ദേഹി, ആത്മാവ്, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദൈവം സൃഷ്ടിച്ച ആത്മാവിന് നമ്മുടെ മാതാപിതാക്കളെ ശരീരം കൊടുത്തപ്പോഴാണ് നമ്മൾ ജനിച്ചതെന്ന്. ദൈവം സൃഷ്ടിച്ച ആത്മാവ് അതിനൊരു ഹൃദയമുണ്ട്. അതിനൊരു ദൈവം സൃഷ്ടിച്ച ആത്മാവ് ഞാൻ പറഞ്ഞത് ദേഹി എന്ന് പറയാം, അപ്പൊ കുറച്ച് എളുപ്പമുണ്ടാവും. സോള്, ദൈവം സൃഷ്ടിച്ച സോള്, ദേഹിക്ക് അതിനൊരു ആത്മാവുണ്ട്, സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റിന്റെ ഗുണങ്ങളാണ് ഈ പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾ എന്ന് പറയണേ. ബോധം, ബുദ്ധി, അറിവ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ദേഹിയുടെ ഹൃദയത്തിലുള്ള ആത്മാവ്, ദേഹം, ബോഡി, ദേഹി, സോള്, സ്പിരിറ്റ്, ആത്മാവ്, ഇങ്ങനെ മനസ്സിലാക്കണം. എന്നാലാണ് നമുക്ക് അത് കൃത്യമായിട്ട് അറിയുള്ളൂ. നമുക്ക് മലയാളത്തിൽ സോളിനും സ്പിരിറ്റിനും ആത്മാവെന്ന വാക്ക് ഉപയോഗിക്കുന്ന കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ദേഹം, ദേഹി, ആത്മാവെന്ന് ഉപയോഗിക്കണേ. ഞാൻ ഒന്നുകൂടി പറയാം. 1 തെസ്സലോനിക്കർക്ക് 1-ാമത്തെ ലേഖനം 5:23 പൗലോസ് പറയാണ്, നമ്മൾ 3 ത്രിവിധ തത്വമാണ് മനുഷ്യൻ. നമ്മൾ ശരീരം, ആത്മാവെന്ന് പലപ്പോഴും പറയും. പൗലോസ് പറയണത് പോരാ, ദേഹം, ദേഹി, ആത്മാവെന്ന് പറയണം. ദൈവം സൃഷ്ടിച്ച ദേഹിക്ക് ഒരു ആത്മാവുണ്ട്, ദൈവം സൃഷ്ടിച്ച സോളിന് ഒരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റിന്റെ 7 ഗുണങ്ങളാണ് ബോധം, ബുദ്ധി, അറിവെന്ന് പറഞ്ഞ ഈ ആത്മാവിന്റെ 7 ഗുണങ്ങൾ. അപ്പോൾ ശരീരത്തെയും ആത്മാവിനെയും, അതായത് ശരീരത്തെയും സ്പിരിറ്റിനെയും ബന്ധിപ്പിക്കുന്നത് ദേഹിയാണ്, സോള്. ശരീരത്തെയും സ്പിരിറ്റിനെയും ബന്ധിപ്പിക്കുന്നത് സോളാണ്. ശരീരത്തെയും ആത്മാവിനെയും ബന്ധിപ്പിക്കുന്നത് ദേഹിയാണ്. അതിന് ഉള്ള ഗ്രീക്ക് വാക്ക് പ്സീക്കെ എന്നാണ്. പ്സീക്കെ, സൈക്കോളജി എന്നുള്ള വാക്ക് വരുന്ന അവിടെ നിന്നാണ്. പ്സീക്കെ ജീവൻ എന്നും ഭാഷപ്പെടുത്താം. അപ്പൊ ശരീരത്തിലെ ജീവനെ, സോള്, മരണത്തിൽ രക്ഷിക്കാൻ ശ്രമിച്ചാൽ ശരീരത്തിലെ ആത്മാവ്, സ്പിരിറ്റ് നഷ്ടപ്പെടും. ഇതൊന്നുകൂടി കേൾക്കണേ. ശരീരത്തിലെ ജീവനെ, സോള്, മരണത്തിൽ രക്ഷിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ശരീരത്തിലെ ആത്മാവ്, സ്പിരിറ്റ് നമുക്ക് നഷ്ടപ്പെടും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഭൂമിയിൽ യേശുവിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തുന്നവര് സ്വർഗത്തിൽ അത് തേജസ്സോടെ കണ്ടെത്തും. ഭൂമിയിൽ യേശുവിന് വേണ്ടി ജീവിക്കാതെ നമ്മുടെ പ്രാണനിലെ ഈ ഭൗമിക ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിച്ചാൽ അവർക്ക് സ്വർഗത്തിൽ തേജസ്സോടെ ജീവൻ ഉണ്ടാകില്ല. അപ്പോൾ ജീവിക്കാനായി മരിക്കുക എന്നൊരു ചൊല്ല് പറയില്ലേ? നമ്മൾ നിത്യമായി ജീവിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ മരിക്കേണ്ടതുണ്ട്. മരിക്കാന്ന് പറഞ്ഞാൽ ശാരീരിക മരണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പല ആഗ്രഹങ്ങളും ത്യജിക്കേണ്ടി വരും. പേടിപ്പിക്കാൻ ആളുകൾ ഉണ്ടാകും. അവരെ പേടിക്കാതെ സുവിശേഷം പ്രഘോഷിക്കണം. അപ്പൊ അവരുടെ ചിലപ്പോൾ നമ്മുടെ ശാരീരിക പ്രാണനെടുക്കും, പക്ഷേ നമ്മുടെ സ്പിരിറ്റ് രക്ഷപ്രാപിക്കും. ഇതാണ് കർത്താവ് പറഞ്ഞത്. ഈ ആത്മാവിനെയും ശരീരത്തെയും നശിപ്പിക്കാൻ കഴിവുള്ള ഒരു മെത്രാന്മാരാണോ? അന്നത്തെ പുരോഹിത വർഗത്തെയും സദുക്കായരെയും പിന്നെ ഫരിസയനും ആ നേതൃത്വത്തെയാണോ കർത്താവ് പറഞ്ഞത് ശരീരത്തെയും ആത്മാവിനെ നശിപ്പിക്കാൻ കഴിവുള്ളവര്? അങ്ങനെയാണ് വട്ടോളി പഠിപ്പിക്കുന്നത്, വിമതരെ പഠിപ്പിക്കുന്നത്, മുന്നേറ്റക്കാരും പഠിപ്പിക്കുന്നത്. അതാണോ കർത്താവ് ഉദ്ദേശിച്ചത്? അല്ല. പിന്നെന്താണ് കർത്താവ് ഉദ്ദേശിച്ചത്? എല്ലാം വെളിപ്പെടുത്തുകയും നീതിയും ന്യായം നോക്കി വിധിക്കുകയും ചെയ്യുന്ന ദൈവത്തിലുള്ള വിശ്വാസമാണ് ഭയത്തെ മറികടക്കാനുള്ള മാർഗമെന്നാണ് കർത്താവ് പറഞ്ഞത്. എല്ലാം വെളിപ്പെടുത്തുകയും നീതിയും ന്യായം നോക്കി വിധിക്കുകയും ചെയ്യുന്ന ദൈവത്തിലുള്ള വിശ്വാസമാണ് ഏത് മനുഷ്യനും പേടിക്കാതെ ജീവിക്കാനുള്ള മാർഗം.
എന്ന് വെച്ചാൽ രോഗം വന്നോ വാർദ്ധക്യം ബാധിച്ചോ മരിക്കുന്നതിനേക്കാൾ നല്ലതാണ് യേശുവിനും അവന്റെ സുവിശേഷത്തിനും വേണ്ടി രക്തസാക്ഷിയായി ജീവൻ ഹോമിക്കുന്നത്. ഒരുപാട് തെളിവുകൾ ചരിത്രത്തിലുണ്ട്. AD 30 സ്നാപക യോഹന്നാൻ കൊല്ലപ്പെടുകയായിരുന്നു. AD 33 യേശു കൊല്ലപ്പെടുകയായിരുന്നു. AD 42 യാക്കോബ്, സെബദിയുടെ മകൻ യാക്കോബ് കൊല്ലപ്പെടുകയായിരുന്നു. AD 35 സ്തെഫാനോസ് കൊല്ലപ്പെടുകയായിരുന്നു. 62 യേശുവിന്റെ സഹോദരൻ അറിയപ്പെടുന്ന യാക്കോബ് കൊല്ലപ്പെടുകയായിരുന്നു. 64 പത്രോസ് കൊല്ലപ്പെടുകയായിരുന്നു. 67 പൗലോസ് കൊല്ലപ്പെടുകയായിരുന്നു. 72 തോമസ് ലീഗ ഇന്ത്യയിൽ കൊല്ലപ്പെടുകയായിരുന്നു. രക്തസാക്ഷിത്വമാണ് ക്രിസ്ത്യാനികൾക്കുള്ള നല്ല മരണം. അതിലൂടെയാണ് നമ്മൾ നിത്യമായ തേജസ്സിൽ കർത്താവിനടുത്ത് ജീവിക്കുക. യേശുവിന്റെ കുരിശിലെ മരണം ലോകാവസാനത്തോളം സജീവമായി നിലനിർത്തുന്നത് രക്തസാക്ഷികളാണ്, നമ്മളാണ് രക്തസാക്ഷികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനോടൊപ്പം നിത്യ തേജസ്സിൽ നമ്മൾ വാഴുകയും ചെയ്യും. ഈ അർത്ഥത്തിൽ പറഞ്ഞിട്ട് കർത്താവ് പറയാണ്, ആത്മാവിനെയും ശരീരത്തെയും കൊല്ലാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. രണ്ട് തരത്തിലാണ് ഈ വചനത്തിന്റെ പൊരുൾ കത്തോലിക്ക സഭ മനസ്സിലാക്കിയാണ്. കത്തോലിക്ക സഭ മനസ്സിലാക്കിയിരിക്കുന്നത് വട്ടോളിയും കൂട്ടറുമല്ല. ഒന്ന് നെഗറ്റീവായിട്ട്, അതായത് ചതിയും വഞ്ചനയും കബളിപ്പിക്കലും ഉപയോഗിച്ച് നമ്മെ പ്രലോഭിപ്പിക്കാനും പാപത്തിൽ വീഴ്ത്താനും സാത്താന് കഴിയുമെന്നതിനാൽ നമ്മുടെ ആത്മാവിന്റെ ഏറ്റവും വലിയ ശത്രു സാത്താനാണ്. അതിനാൽ അവനെ പേടിക്കണം. എല്ലാ തരത്തിലും അവനെതിരെ പൊരുതുകയും വേണം. പേടി ഉണ്ടെന്ന് വെച്ചിട്ട് പൊരുതാതിരിക്കാൻ പാടില്ല. പേടിയെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനുള്ള ഉത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാം വെളിപ്പെടുത്തുകയും നീതിയും ന്യായം നോക്കി വിധിക്കുകയും ചെയ്യുന്ന ദൈവത്തിലുള്ള വിശ്വാസമാണ് പേടിയെ മറികടക്കാനുള്ള മാർഗം. അപ്പൊ പിശാചിന് പടപൊരുതുമ്പോൾ പേടിയുണ്ട് നമുക്ക്. പക്ഷെ ദൈവത്തോടൊപ്പമാണ് നമ്മൾ പൊരുതുന്നത് എന്നതിനാൽ ആ ഭയത്തെ, പേടിയെ മറികടക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ആത്മാവിനെയും ശരീരത്തെ നശിപ്പിക്കാൻ കഴിവുള്ളതെന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് നോക്കിയാൽ അത് സാത്താനാണ്. ചതിയും വഞ്ചനയും കബളിപ്പിക്കലും പ്രലോഭനവും അങ്ങനെ കൊണ്ട് പാപത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് നശിക്കും. അപ്പൊ അതിന് സാത്താന് കഴിയും. അതുകൊണ്ട് ഈ ആത്മാവിന്റെ ഏറ്റവും വലിയ ശത്രു സാത്താനാണ്, പിശാചാണ്. അവനെ പേടിക്കണം. പക്ഷേ പേടിച്ചാലും പോരാട്ടത്തിൽ പിന്മാറാൻ പാടില്ല. കാരണം ആ പേടിയെ മറികടക്കാൻ കർത്താവിലുള്ള വിശ്വാസത്തിന് കഴിയും. ഇതാണ് ഒന്നാമത്തെ അർത്ഥം. ഈ വേറെ ഒരു അർത്ഥം എന്ന് പറയുന്നത് പോസിറ്റീവാണ്, പ്രസാദാത്മകമായിട്ട്. ദൈവത്തെ ഭയപ്പെടണം. യെശയ്യാ 8:12-13 കാണാം. ദൈവം സ്രഷ്ടാവാണ്. എല്ലാം തികഞ്ഞ നീതിയും ന്യായവും നടപ്പാക്കുന്ന ന്യായാധിപനാണ്. ഹൃദയങ്ങളും പ്രവൃത്തികളും പരിശോധിച്ച് അവിശ്വാസികളെയും വിശ്വസ്തരെയും നിത്യശക്തിക്ക് വിധിക്കാൻ കെൽപ്പുള്ള വിധികർത്താവാണ്. അപ്പോൾ അത് മത്തായി 3:12, 18:8-9, 25:41 കാണാം. ഈ പേടിയെ വിശുദ്ധ ഭയം എന്നാണ് വിളിക്കുക. നമ്മൾ ദൈവഭയം എന്ന് പറയും. പാപവും തിന്മയും അകറ്റി നിർത്താൻ ഈ ദൈവഭയം നമ്മെ സഹായിക്കുന്നു. അപ്പോൾ ആത്മാവിനെയും ശരീരത്തെയും നശിപ്പിക്കാൻ കഴിവുള്ളവൻ എന്ന് പറയുന്നത് ദൈവമാണ്. ഒന്നുകിൽ നെഗറ്റീവായിട്ട് നോക്കിയാൽ സാത്താനാണ്, പ്രസാദാത്മകമായിട്ട് പോസിറ്റീവായി നോക്കിയാൽ ദൈവമാണ്. ഇതാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. വേറെ ചില വ്യാഖ്യാനങ്ങൾ കൂടിയുണ്ട്. ഈ നിത്യശിക്ഷയേക്കാൾ പേടിക്കേണ്ടത് നിത്യശിക്ഷയിലേക്ക് നയിക്കുന്ന പ്രലോഭനങ്ങളെയും പാപങ്ങളെയുമാണെന്നാണ് ചിലർ വ്യാഖ്യാനിക്കണേ. ഈ വട്ടോളിയെയും വിമതരെയും പിശാചിനേക്കാൾ നമ്മൾ പേടിക്കണം. കാരണം എന്താണ്? സാത്താനേക്കാൾ നമ്മൾ പേടിക്കേണ്ടത് അവരെയാണ്. കാരണം അവരാണ് ദൈവജനത്തെ പ്രലോഭിപ്പിച്ച്, ഈ അൽമായ മുന്നേറ്റക്കാരെ പ്രലോഭിപ്പിച്ച് വഴി തെറ്റിക്കുന്നതിനായി പിശാചിന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നത്. പിശാച് പോലും ഈ വിമതരുടെയും മുന്നേറ്റക്കാരുടെയും നുണകളുടെ മുമ്പിൽ തോറ്റുപോകും. കർത്താവ് യേശു മിശിഹാ ഈ വിമതരുണ്ടാകുന്നതിന് മുമ്പാണ് പിശാചിനെ കുറിച്ച് കർത്താവ് യേശു മിശിഹാ പറഞ്ഞത് അവൻ നുണയനും നുണയുടെ പിതാവുമാണെന്ന്. ഈ വട്ടോളിയെ പോലുള്ളവരെയും വിമത വൈദികരെയും പോലുള്ളവരെയും പിന്നെ മുന്നേറ്റക്കാരെയും കർത്താവ് അവരെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ പിശാചിനെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നില്ല. കാരണം പിശാചിനേക്കാൾ നുണയനും നുണയുടെ പിതാവുമായിട്ട് പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞ മുന്നേറ്റക്കാരും വിമതനുമാണ്. ഞാൻ ഇതേക്കുറിച്ച്, ഇവരുടെ പെരുനുണകളെ കുറിച്ച് നാളെ പറയാം. അത് നാളത്തെ വീഡിയോ നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത്
നമ്മൾ കണ്ടതും കേട്ടതും, അതായത് ഈ വട്ടോളി ഇങ്ങനെ രാജിക്കത്ത് എഴുതിയത് ഒരു നിലയ്ക്ക് നന്നായി. ഇവർ എന്ത് അബദ്ധമൊക്കെ പഠിപ്പിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ഈ രേഖ കിട്ടിയപ്പോഴാണ് ഇവര് പഠിപ്പിക്കുന്ന അബദ്ധങ്ങളുടെ ആഴം എനിക്ക് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് നാളത്തെ വീഡിയോ നിങ്ങൾ കണ്ടോളോ, ഇന്നത്തെയും കണ്ടോളോ, നാളത്തെയും കണ്ടോളോ. അതായത് ഈ വട്ടോളിയും വിമതരും ഒക്കെ പിശാചിനേക്കാളും വലിയ നുണയനായിട്ട് മാറിയിരിക്കുക, പെരും നുണയൻ. അപ്പോ കർത്താവിന്റെ വാക്കുകൾ ഇല്ലേ, പിശാചിനെ കുറിച്ചുള്ളത് അവൻ നുണയനും നുണയുടെ പിതാവുമാണെന്നാണ്. ഞാനിപ്പോ അതൊന്ന് ഇവരെ കുറിച്ച് പറയുമ്പോൾ ഈ വിമതരും മുന്നേറ്റക്കാരും പെരും നുണയുടെ പിതാക്കന്മാരുമാണെന്ന് ഞാൻ പറയാം. അത്രമാത്രം നുണയാണ് അവർ പറഞ്ഞുണ്ടാക്കണേ. അതേക്കുറിച്ച് നാളെ കൂടുതൽ വിശദമായി കാണാം. ദൈവഭയമുള്ളവര് ദൈവത്തെ അല്ലാതെ മറ്റാരെയും പേടിക്കേണ്ടതില്ല. ദൈവഭയം ഇല്ലാത്തവർക്കോ ദൈവത്തെ ഒഴികെ മറ്റെല്ലാത്തിനെയും പേടിക്കേണ്ടി വരുന്നു. ഇതാണ് ഈ വട്ടോളിക്ക് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ വിമതർക്ക് സംഭവിച്ചിരിക്കുന്നത്. അവര് പറയുന്നത് മെത്രാന്മാരും ഈ മെത്രാൻ സിനഡുമാണ് ആത്മാവിനെയും ശരീരത്തെയും ഒരുമിച്ച് നരകത്തിൽ നശിപ്പിക്കുന്നതാണ്. നമ്മുടെ മെത്രാന്മാർക്ക് കുറെ പിഴവുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും ഒരുമിച്ച് നരകത്തിൽ നശിപ്പിക്കാൻ കഴിവുള്ളവരല്ല നമ്മുടെ മെത്രാന്മാര്. ദൈവത്തെക്കാൾ കഴിവുള്ളവരാണോ മെത്രാന്മാര്? അങ്ങനെയാണ് വട്ടോളി പറയണേ. ഈ ശരീരത്തെയും ആത്മാവിനെയും ഒരുമിച്ച് നശിപ്പിക്കാൻ കഴിവുള്ളത് എന്ന് കർത്താവീശോമിശിഹ പറഞ്ഞത് പിശാചിനെ കുറിച്ചോ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചോ പറഞ്ഞത് വട്ടോളി പറയുന്നത് അന്നത്തെ പുരോഹിത ഫരിസയ സദ്ദുക്കയ നേതൃത്വത്തെ കുറിച്ചാണെന്നാണ്. അപ്പൊ അവർക്ക് ദൈവത്തെക്കാളും കഴിവുണ്ടെന്നാണ് പറയണേ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വ്യാഖ്യാനം കേൾക്കുന്നത്. സഭ അങ്ങനെ വ്യാഖ്യാനം നൽകിയിട്ടതായിട്ട് എന്റെ അറിവിലില്ല. പിന്നെ നശിപ്പിക്കാൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ, കൊല്ലാൻ എന്ന് പറഞ്ഞിട്ടില്ല. ആത്മാവിനെയും ശരീരത്തെയും നശിപ്പിക്കാൻ, കൊല്ലാൻ എന്ന് പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ആത്മാവിനെ കൊന്നുകളയും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആത്മാവിന് ഒരു തരത്തിൽ അമരത്വമുണ്ട്, പക്ഷെ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റില്ല. സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കർത്താവീശോമിശിഹ അതായത് സ്വർഗത്തിന്റെ കവാടം തുറന്ന, ഈ നിത്യജീവന്റെ കവാടം തുറന്ന, പുതിയ ജനസിലെ ജീവൻ ആരംഭിച്ച ആ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ ആത്മാവിന് അമരത്വമുണ്ട്. അത് സ്വർഗത്തിലാകണമെന്നില്ല, നരകത്തിലുമാകാം. അതുകൊണ്ടാണ് കൊല്ലാൻ എന്ന് പറയാതെ നശിപ്പിക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി വട്ടോളിയുടെ വ്യാഖ്യാനം നോക്കുക. ആത്മാവിനെയും ശരീരത്തെയും കൊല്ലാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ എന്ന് യേശുക്രിസ്തു ശിഷ്യന്മാരോടും ജനങ്ങളോടും പറഞ്ഞത് അന്നത്തെ പുരോഹിത സദ്ദുക്കായ ഫരിസയ സഭ നേതൃത്വത്തോടാണ്, മത നേതൃത്വത്തെ ഉദ്ദേശിച്ചാണ്. എന്നിട്ട് അദ്ദേഹം പറയുക, അവരാണ്, സഭാ നേതൃത്വമാണ് തെറ്റായ പ്രബോധനത്തിലൂടെ, പഠനത്തിലൂടെ, തെറ്റായി മുൻഗണനകൾ നിശ്ചയിക്കുന്നതിലൂടെ വിശ്വാസികളുടെ ആത്മാക്കളെ മലീമസമാക്കുന്നത്, വഴിതെറ്റിക്കുന്നത്, തെറ്റായ ബോധ്യങ്ങൾ നൽകി അവരെ നരകത്തിന് അർഹരാക്കുന്നത്. ആരെ ഭയപ്പെടുന്ന യേശു ആവശ്യപ്പെട്ടോ ആ വിഭാഗത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നല്ലോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങളും കന്യാസ്ത്രീകളും വൈദികരും അടങ്ങുന്ന വിശ്വാസി സമൂഹം. ആ പോരാട്ടത്തിൽ അവരോടൊപ്പം ഞാനും ഉണ്ടാകും. എനിക്ക് ഈ എല്ലാവരോടും ചോദിക്കാനുണ്ട്, മെത്രാന്മാരോടടക്കം. മെത്രാന്മാരാണ് തെറ്റായ പ്രബോധനത്തിലൂടെ ദൈവജനത്തെ നരകത്തിന് അർഹരാക്കുന്നത്. അവരെ ഭയപ്പെടണം എന്ന് യേശു ആവശ്യപ്പെട്ടു. ആ വിഭാഗത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എറണാകുളത്ത് ഈ കലാപങ്ങൾ സൃഷ്ടിക്കുന്നത്. മെത്രാന്മാർ ഇതിന് മറുപടി പറയണം. മെത്രാന്മാരെ നിങ്ങൾ തെറ്റായ പ്രബോധനത്തിലൂടെ ദൈവജനത്തെ നരകത്തിന് അർഹരാക്കുന്നുവെന്നും നിങ്ങളെ ഭയപ്പെടണമെന്ന് യേശു പറഞ്ഞുവെന്നും നിങ്ങളെ നയിക്കുന്ന വിഭാഗത്തെ പെടാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഞങ്ങൾ എറണാകുളത്ത് നടത്തുന്നതെന്നും അതിൽ കന്യാസ്ത്രീകളുണ്ട്, വൈദികരുണ്ട്, ജനങ്ങളുണ്ടെന്നൊക്കെ വട്ടോളി പറയണം എന്ന് മെത്രാന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നോ? യോജിക്കുന്നില്ലെങ്കിൽ വട്ടോളിക്കും വിമതർക്കുമെതിരെ നിങ്ങൾ എന്ത് നടപടി സ്വീകരിക്കും? നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മെത്രാന്മാരാണ് തെറ്റായ പഠനത്തിലൂടെ ദൈവജനത്തെ നരകത്തിന് അർഹരാക്കുന്നത്. ഇത് വട്ടോളിയുടെ വാചന ഞാൻ പറയണേ. മെത്രാന്മാരാണ് തെറ്റായ മുൻഗണനകൾ നിശ്ചയിക്കുന്നതിലൂടെ വിശ്വാസിൽ ആത്മാക്കളെ മലീമസമാക്കുന്നത്. മെത്രാന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മെത്രാന്മാരാണ് തെറ്റായ മുൻഗണന നിശ്ചയിക്കുന്നതിലൂടെ ദൈവജനത്തെ വഴിതെറ്റിക്കുന്നത്, തെറ്റായ ബോധ്യങ്ങൾ നൽകി അവരെ നരകത്തിന് അർഹരാക്കുന്നത്. മെത്രാന്മാരെ നിങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, മാണിപ്പറമ്പലച്ചനെ കുറിച്ചല്ല, നിങ്ങളെക്കുറിച്ചാണ്. നിങ്ങളെ ഭയപ്പെടണമെന്ന് യേശു ആവശ്യപ്പെട്ടു.
ആ വിഭാഗത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ്, അതായത് മെത്രാന്മാരെ നയിക്കുന്ന കത്തോലിക്ക സഭയിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങള് എറണാകുളത്ത് പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപത ജനങ്ങളും കന്യാസ്ത്രീകളും വൈദികരും അടങ്ങുന്ന വിശ്വാസി സമൂഹം ആ പോരാട്ടത്തിലാണ് ഞങ്ങള്. അപ്പോൾ മെത്രാന്മാരെ നയിക്കുന്ന കത്തോലിക്ക സഭയിൽ പെടാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് വട്ടോളിയും വിമതരും നടത്തുന്നത്. മെത്രാന്മാരെ, നിങ്ങൾ ഇതിന് മറുപടി കൊടുക്കൂ. എന്നിട്ട് ഈ വട്ടോളിയെയും വിമതരെയും മുന്നേറ്റക്കാരെയും നിങ്ങൾ നയിക്കുന്ന കത്തോലിക്ക സഭയിൽ വേണ്ട എന്ന് അവർ പറയുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് അവർ ചേർത്ത് നിർത്താൻ പോകുന്നത്? നിങ്ങൾ എന്തിനാണ് അവർക്ക് വേണ്ടി കർത്താവിനെ അവഹേളിക്കാൻ സമവായ മാർഗരേഖ ഉണ്ടാക്കിയിരിക്കുന്നത്? ആ സമവായ മാർഗരേഖ റദ്ദ് ചെയ്തിട്ട് 2024 ജൂൺ 9 സർക്കാർ നിങ്ങൾ ഇറക്കിയില്ലേ, അത് നടപ്പാക്കൂ. ഇല്ലെങ്കിൽ വട്ടോളിയെ പോലെയുള്ള ഒരുപാട് വട്ടന്മാർ നിങ്ങൾക്കെതിരെ വന്ന് ആ വട്ടന്മാര് കത്തോലിക്ക സഭയിലെ ജനങ്ങളെ കൺഫ്യൂഷനിലാക്കി. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയില്ല ജനങ്ങൾക്ക്. അതുകൊണ്ട് ഒരു അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ ഈ വട്ടോളിയത്തിന്റെ ഇടവകയിലൊക്കെ കുറെ ആളുകളുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ട് ചില പത്രങ്ങൾ കിട്ടില്ലേ, കത്തോലിക്ക സഭയെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാധ്യമങ്ങള് ഇല്ലേ, ഞങ്ങളുടെ ചങ്കാണ്, ഞങ്ങളുടെ പൊന്നാണ്, ഞങ്ങൾ എന്ന് പറഞ്ഞ് ഇടുന്നില്ലേ. ഇതൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്ന കുറെ പേരുണ്ടാവും. മാധ്യമങ്ങൾക്ക് അത് വേണം. കാരണം എന്തിനാണ്? മാധ്യമങ്ങളുടെ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നുണകളാണ്, പ്രത്യേകിച്ചും കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള പ്രോഡക്റ്റ്. അതുകൊണ്ട് അവരത് പ്രചരിപ്പിക്കും. പത്രങ്ങൾക്ക് അവരുടെ സർക്കുലേഷൻ കൂട്ടി കാശ് കിട്ടല്ലേ വേണ്ടത്. മാത്രമല്ല കത്തോലിക്ക സഭ മോശമാണെന്ന് വരുത്തി തീർക്കേണ്ടത് അങ്ങനെയുള്ള പത്രങ്ങൾ നടത്തുന്ന അവരുടെ ഒരു അജണ്ടയാണ്. അപ്പോൾ ഈ സാധാരണക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഇതെല്ലാം പത്രങ്ങളിൽ വരുന്നു, സോഷ്യൽ മീഡിയയിൽ വരുന്നു. അപ്പോൾ നിങ്ങൾ ഇതിന് മറുപടി കൊടുക്കണം. മാണിപ്രപഞ്ചം മാത്രം കൊടുത്താൽ പോരാ. ഞാൻ ഒന്നുകൂടി പറയാം, വട്ടോളിയുടെ വാചനങ്ങളാണ് ഞാൻ പറയണേ. മെത്രാന്മാരാണ് തെറ്റായ പ്രബോധനത്തിലൂടെ, പഠനത്തിലൂടെ, തെറ്റായ മുൻഗണനകൾ നിശ്ചയിക്കുന്നതിലൂടെ വിശ്വാസികളുടെ ആത്മാക്കളെ മലീമസമാക്കുന്നത്, വഴിതെറ്റിക്കുന്നത്, തെറ്റായ ബോധ്യങ്ങൾ നൽകി അവരെ നരകത്തിന് അർഹരാക്കുന്നത്. ആരെ ഭയപ്പെടണമെന്ന് യേശു ആവശ്യപ്പെട്ടോ ആ വിഭാഗത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് എറണാകുളം അങ്കമാലി അതിരൂപത ജനങ്ങളും കന്യാസ്ത്രീകളും വൈദികരും അടങ്ങുന്ന വിശ്വാസി സമൂഹം ചെയ്യുന്നത്. ആ പോരാട്ടത്തിൽ അവരോടൊപ്പം ഞാനും ഉണ്ടാകും. മെത്രാന്മാരെ, നിങ്ങൾക്കെതിരെയാണ്, കർത്താവിനെതിരെയാണ്, കർത്താവിൻ സഭയ്ക്കെതിരെയാണ് ഇവര് പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായിട്ട് രേഖാമൂലം എഴുതി തന്നിരിക്കുക. അത് പ്രിയപ്പെട്ട ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞ് പാമ്പളാനി പിതാവിനെ അഡ്രസ് ചെയ്തിട്ട്, പാമ്പളാനി പിതാവിന്റെ കയ്യിൽ രേഖയില്ലേ? ഞാൻ പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മറുപടി കൊടുക്കൂ. മാർപ്പാപ്പയും സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുമാണ് വട്ടോളിയുടെ വീക്ഷണത്തിൽ തെറ്റായ പ്രബോധനം നൽകി നരകത്തിന് അർഹരാക്കുന്നത് വിശ്വാസികളെ. തെറ്റായി മുൻഗണനകൾ നിശ്ചയിക്കുന്നതും ദൈവജനത്തെ നരകശിക്ഷയ്ക്ക് അർഹരാക്കുന്നതും മാർപ്പാപ്പയും മെത്രാന്മാരുമാണത്രേ. വിശ്വാസിൽ ആത്മക്കളെ മലീമസമാക്കുന്നത് മാർപ്പാപ്പയും മെത്രാന്മാരുമാണത്രേ. ഇത് വട്ടോളി എഴുതി തന്നിരിക്കുന്ന കാര്യം പറയണേ. വിശ്വാസികൾ നരകത്തിന് അർഹരാക്കുന്നത് മാർപ്പാപ്പയും സീറോ മലബാർ മെത്രാന്മാരുമാണത്രേ. ഈ വാക്കുകളൊക്കെ വരുന്നത് കത്തോലിക്ക പുരോഹിതനിൽ നിന്നാണോ അതോ ഒരു പെന്തക്കോസ്തക്കാരിൽ നിന്നോ? പെന്തക്കോസ്തക്കാർ പോലും ഇത്രയും മോശമായിട്ട് അവതരിപ്പിക്കില്ല. വട്ടോളി കത്തോലിക്കനാണോ, പെന്തക്കോസ്തക്കാരനാണോ, അതോ മുസ്ലിമാണോ? എന്റെ വീഡിയോ കേൾക്കാനായിട്ട് കുറെ പെന്തക്കോസ്തക്കാരെ യഹോവ സാക്ഷികളൊക്കെ വരാറുണ്ട്. പെന്തക്കോസ്തക്കാരെ, ദൈവസഭക്കാരെ, പിന്നെ ക്രിസ്റ്റ ഡെൽഫിയൻസ്, യഹോവ സാക്ഷികൾ, കുറെ പേര് അങ്ങനെ എന്റെ വീഡിയോ കേൾക്കാൻ വരുന്നുണ്ട്. നിങ്ങൾ വട്ടോളി കൊണ്ടുപോയിക്കോളൂ. കാരണം നിങ്ങൾ പറയുന്നത് പോലെ മാർപ്പാപ്പയും മെത്രാന്മാരുമാണ് ദൈവജനത്തെ നരക ശിക്ഷയ്ക്ക് അർഹരാക്കുന്നതെന്ന് പഠിപ്പിക്കുന്ന ഒരാളാണ് വട്ടോളി. കത്തോലിക്കരെ അങ്ങനെ പഠിപ്പിക്കില്ല. കത്തോലിക് പുരോഹിതന്മാരെ അങ്ങനെ പഠിപ്പിക്കില്ല. കത്തോലിസം വിട്ടുപോയവരങ്ങനെ ചിലരെ പഠിപ്പിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വട്ടോളി കൊണ്ടുപോയിക്കോ. മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കും എതിരെ ഇത്ര ശക്തമായി നിങ്ങളെയൊക്കെ നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ള ഒരാളാണ് വട്ടോളി. പിന്നെ എവിടെയും വന്ന് പ്രസംഗിച്ചോളും. ലോ വീട്ടൊന്നുമല്ല, ഷർട്ടിട്ട് പ്രസംഗിക്കുക. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ കുഴപ്പമില്ല. കൊണ്ടുപോയിക്കോ. പെന്തക്കോസ്തക്കാരെ, യഹോവ സാക്ഷികളെ, ദൈവസഭക്കാരെ, വട്ടോളിയെ കൊണ്ടുപോ. കത്തോലിക സഭയിൽ കൊണ്ടുപോ. എന്തേ വട്ടോളി വേണ്ടേ? നിങ്ങൾക്കും വേണ്ട. പെന്തക്കോസ്തക്കാർക്കും ദൈവസഭക്കാർക്കും വേണ്ട വട്ടോളിയെ. എന്താ കാര്യം? ഈ വചനവ്യാഖ്യാനത്തോട് അവരും യോജിക്കില്ല. പിശാചിനെ കുറിച്ചോ ദൈവത്തെക്കുറിച്ച് പറയുന്നത് സീറോ മലബാർ സഭയിലെ മെത്രാന്മാരെ കുറിച്ചാണെന്ന് പറയുന്നത് പെന്തക്കോസ്തക്കാരും അതിനോട് യോജിക്കില്ല.
കത്തോലിക്ക സഭയുടെ മെത്രാന്മാരുടെ മാർപ്പാപ്പയുടെ ഒക്കെ അവർക്ക് പെന്തക്കോസ്തക്കാർക്ക് ദേഷ്യമുണ്ട്. പക്ഷെ എന്ന് കരുതിയിട്ട് മാർപ്പാപ്പയാണ് പിശാചെന്നും മാർപ്പാപ്പയാണ് ദൈവമെന്നൊന്നും അവർ വ്യാഖ്യാനിക്കില്ല. എനിക്ക് അത്ഭുതം തോന്നുന്ന കാര്യം, മാർപ്പാപ്പയുടെയും മെത്രാന്മാരുടെ നേതൃത്വത്തിലുള്ള കത്തോലിക്ക സഭ എന്ന വിഭാഗത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണത്രേ എറണാകുളത്തെ പാതിരി കലാപം. മാർപ്പാപ്പയുടെയും മെത്രാന്മാരുടെ നേതൃത്വത്തിലുള്ള കത്തോലിക്ക സഭ എന്ന വിഭാഗത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണത്രേ എറണാകുളത്തെ പാതിരി കലാപം. പിന്നെ എന്തിനാണ്, എനിക്ക് സംശയം ഇതാണ്, പിന്നെ എന്തിനാണ് അവര് മാർപ്പാപ്പയുടെ കീഴിൽ ഞങ്ങൾ ഏകം സ്വതന്ത്ര സഭ ഉണ്ടാക്കുന്ന പറയണേ? മാർപ്പാപ്പയും മെത്രാന്മാരും നേതൃത്വം നൽകുന്ന കത്തോലിക്ക സഭ, ആ കത്തോലിക്ക സഭയാണ് ജനങ്ങളെ നരകത്തിലേക്ക് തള്ളുന്നതെന്ന് ഇവർ വ്യാഖ്യാനിക്കുകയും പിന്നെ ഇതേ മാർപ്പാപ്പയുടെ കീഴിൽ ഞങ്ങൾ ഏകം സ്വതന്ത്ര സഭ ഉണ്ടാകുമെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ഈ നരകത്തിലേക്ക് തള്ളാൻ കഴിവുള്ള മാർപ്പാപ്പയും മെത്രാന്മാരുള്ള കത്തോലിക്ക സഭയിലാണോ, ആ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലാണോ ഏകം സ്വതന്ത്ര സഭ ഉണ്ടാകേണ്ടത്? എന്തിനാണ് മാർപ്പാപ്പി ഇതുപോലെ അപമാനിക്കുന്നവരും നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും തെറ്റായ ആരോപണങ്ങൾ ഉയർത്തുന്നവരും അനുസരിക്കാത്തവരും മാർപ്പാപ്പയുടെ പേരില് ഏകം സ്വതന്ത്ര സഭ ഉണ്ടാക്കാൻ നടക്കണേ? മാർപ്പാപ്പയുടെ പേര് പറഞ്ഞില്ലെങ്കിലേ എറണാകുളത്തിൽ മാത്രമല്ല വേറെ എവിടെയും നേരും നെറിവുമുള്ള തന്തയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കത്തോലിക്കനും അവർക്ക് കിട്ടില്ല. മാർപ്പാപ്പയുടെ കീഴിലല്ല ഈ ഏകം സ്വതന്ത്ര സഭ എന്ന് വിചാരിച്ചാൽ നേരും നെറിവുമുള്ള തന്തയ്ക്ക് പറഞ്ഞ ഒരു കത്തോലിക്കിനും അവർക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് മാർപ്പാപ്പ നരകത്തിലേക്ക് തള്ളിവിടുന്നതെന്ന് പറഞ്ഞിട്ടും മാർപ്പാപ്പയുടെ കീഴിൽ ഏകം സ്വതന്ത്ര സഭ എന്ന് പറഞ്ഞ് നടക്കണേ. കാരണം എന്താ? നേരും നെറിവുള്ളവർ കിട്ടാൻ ഇതല്ലാതെ മാർഗമില്ലെന്ന് വിചാരിച്ചിട്ടാ. മാർപ്പാപ്പയാണ് എല്ലാത്തിനും കുറ്റക്കാരൻ, സീറോ മലബാർ സഭ മല്ല മെത്രാന്മാരാണ് എല്ലാത്തിനും കുറ്റക്കാര്. എന്നിട്ട് അവരുടെ കീഴിൽ തന്നെയാണ് ഏകം സ്വതന്ത്ര സഭ. ഇത് തട്ടിൽ പിതാവിനും പാമ്പളാനി പിതാവിനും കേൾക്കണം, അവർക്ക് ഇത് കിട്ടേണ്ടതാണ്. ഇങ്ങനെയുള്ള വട്ടോളിമാരെയാണ് ചേർത്ത് പിടിച്ചിട്ട് സീറോ മലബാർ സഭ എന്ന് പറയുന്ന ആ സുറിയാനി കത്തോലിക്ക സഭയെ ഒറ്റ കൊടുക്കുന്നത് തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും. ഈ വട്ടോളിയെ പോലെ മാർപ്പാപ്പയ്ക്കും മെത്രാമാർക്കുമെതിരെ രേഖാമൂലം പ്രചരിപ്പിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി 96% എന്ന സത്യവിശ്വാസികളെ ഒറ്റിക്കൊടുത്ത് കർത്താവിന് സ്ഥിരമായി അവമാനിക്കാൻ സമമായ മാർഗരേഖ ഉണ്ടാക്കിയ തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും, എന്നിട്ട് അവർക്ക് ഒത്താശ ചെയ്യുന്ന മറ്റ് മെത്രാന്മാര്, ഇത് രേഖാമൂലമാണ്. ഞാൻ പറഞ്ഞുണ്ടാക്കിയതല്ല, വട്ടോളി എഴുതി കാര്യങ്ങൾ ഞാൻ അങ്ങനെ ആവർത്തിച്ചിട്ടേ ഉള്ളൂ. മെത്രാന്മാരുടെ മുഖ്യ ചുമതല എന്താണ്? കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യങ്ങൾ കൃത്യമായി പഠിപ്പിക്കുക, അല്ലേ? അതല്ലേ ബൈബിള് വെച്ചിട്ടല്ലേ മെത്രാൻ പട്ടം കിട്ടിയത്? സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന ക്രിസ്തീയ സിദ്ധാന്തങ്ങൾ, വിശ്വാസ സംഹിത, അത് കൃത്യമായി പഠിപ്പിക്കാന്നാണ്. അതിനെതിരെ വരുന്ന പ്രബോധനങ്ങളെ ചെറുത്തു നിൽക്കാന്നാണ്. ഇത് രേഖാമൂലമാണ് പാമ്പളാനി പിതാവിന് എഴുതി കൊടുത്തിരിക്കുന്നത്. മാർപ്പാപ്പയാണ്, സീറോ മലബാർ സഭയിലെ മെത്രാന്മാരാണ് ജനങ്ങളെ നരകത്തിയിലേക്ക് തള്ളിവിടുന്നതെന്ന് വട്ടോളി എഴുതി തന്നിരിക്കുക. ആ രാജി സ്വീകരിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് പാമ്പളാനി പിതാവെ പിതാവിനാണ് എഴുതി തന്നിരിക്കുന്നത്. മെത്രാന്മാരും ഈ പറഞ്ഞ മാർപ്പാപ്പയുമാണ് ജനങ്ങളെ തെറ്റായി പ്രബോധനം നടത്തി നരകത്തിയിലേക്ക് തള്ളിയിടുന്നതെന്നാണ് വട്ടോളി എഴുതിയിരിക്കുന്നത്. ഇത് രേഖാമൂലം തന്നിരിക്കുകയാണ് നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങൾ മറുപടി കൊടുക്കുന്നുണ്ടോ ഇല്ലയോ, നടപടി എടുക്കുന്നുണ്ടോ ഇല്ലയോ? അത് ഇനിയും ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനിയും മുന്നിട്ടിറങ്ങുമോ? അവരുമായി ചർച്ചയ്ക്ക് പോകുമോ? ആത്മാവിനെയും ശരീരത്തെയും നരകത്തിൽ തള്ളിയിടാൻ കഴിവുള്ള ദൈവത്തെ പേടിക്കണം പാമ്പളാനി പിതാവേ. അങ്ങയുടെ ശരീരത്തെയും ആത്മാവിനെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിവുള്ള ദൈവത്തെ അങ്ങ് പേടിക്കണം. ഇതിൽ കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കണില്ല. വട്ടോളിക്ക് മറുപടി കൊടുക്കാൻ ഞാൻ ആളല്ല. കാരണം അവരത്രമാത്രം ഹൃദയ കാഠിന്യം ബാധിച്ച വട്ടോളിയും കൂടെയുള്ളവരും അത്രമാത്രം ഹൃദയ കാഠിന്യം ബാധിച്ചവരാണ്. അവർക്ക് മാനസാന്തരം കർത്താവ് കൊടുക്കുന്നതിൽ കൊടുക്കട്ടെ. പക്ഷെ പാമ്പളാനി പിതാവ് ഇതിന് മറുപടി കൊടുക്കണം. അങ്ങയെ അഡ്രസ് ചെയ്തിട്ടാണ് ഇത്ര വലിയ പാഷാണ്ഡത, ഇത്ര വലിയ വേദവിപരീതം എഴുതി വെച്ചിരിക്കുന്നത്. നടപടി എടുക്കുന്നില്ലെങ്കിൽ ഇതിന്റെ കോപ്പികളുമായിട്ട് ഞങ്ങള് രേഖകളെല്ലാം ശേഖരിക്കുകയാണ്. ഞങ്ങളുടെ ദിവസം വരും, ഈ ദൈവജനത്തിന്റെ ദിവസം വരും. കർത്താവ് ഞങ്ങൾക്കൊരു ദിവസം തരും.
ഈ ഇങ്ങനെയുള്ള വേദവിപരീതത്തിനെതിരെ, അബദ്ധത്തിനെതിരെ നടപടിയെടുക്കാത്ത മെത്രാന്മാർക്കെതിരെ പ്രതികരിക്കാൻ ദൈവജനത്തിന് ദൈവം നൽകുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്, എല്ലാ രേഖകളും ശേഖരിച്ച്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.